ഞാൻ കിച്ചുവിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാണ്. കൊല്ലത്തെ വീട്ടിലാണ് കിച്ചു താമസിക്കുന്നത്. വലിയച്ഛനും വലിയമ്മയും അച്ഛമ്മയും എല്ലാം ഉണ്ട്. വീട്ടിലെ സഹോദരിമാരുണ്ട്. അവരെല്ലാവരുടെയും കൂടെ തന്നെ കിച്ചു താമസിക്കുന്നത്. പുതിയ വീട്ടിലെ താമസം തുടങ്ങിയതിന് ശേഷം കിച്ചു എന്തുകൊണ്ട് കൊല്ലത്തെ വീട്ടിൽ പോയി താമസിച്ചു? കിച്ചുവിനും പഠിക്കാനാണ് സൗകര്യമെങ്കിൽ കിച്ചുവിന് ഇവിടെ നിന്നിട്ടും പഠിക്കാമല്ലോ. ആ കുട്ടിയെ ഒന്ന് ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ, ഒരു സ്നേഹമായിട്ട് പെരുമാറിയിരുന്നെങ്കിൽ എന്നൊക്കെ നമുക്ക് തോന്നാം. സോഷ്യൽ മീഡിയയിൽ കൂടി കാണുന്ന രേണുവിൻ്റെ പ്രകടനങ്ങൾക്ക് ഒന്നും തന്നെ കിച്ചു പറയുന്നില്ല. കിച്ചു മദ്യപിച്ചു, വാഹനം ഓടിച്ചു, പോലീസ് പിടിച്ചു, കേസായി. തങ്കപ്പൻ ചേട്ടൻ പോയി ഇറക്കിക്കൊണ്ടുവന്നു എന്നാണ് പറയപ്പെടുന്നത്. ഒരു ടോപ്പിക്കായി മാറ്റി വീഡിയോ ചെയ്യണോ എന്ന് ആലോചിച്ചു. 2 ദിവസമായിട്ടത് കണ്ടിട്ടും ഞാൻ വീഡിയോ ചെയ്യാതിരുന്നതാണ്. വീഡിയോ ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ രേണു ഒന്നും പറയില്ല. പിന്നെ തങ്കപ്പനല്ലേ, തങ്കപ്പൻ എന്തായാലും ഒന്നും പറയാൻ പറ്റില്ല എന്ന് ഉറപ്പാണ്. തങ്കപ്പനെ സംബന്ധിച്ചിടത്തോളം കിച്ചുവോട് താമസിക്കുന്നത് തന്നെയാണ് ഉചിതം. അതുകൊണ്ട് വീഡിയോ ഞങ്ങൾ ചെയ്തേക്കാന്ന് വിചാരിച്ചു. കിച്ചു മാത്രമല്ല, ഇപ്പോൾ വളർന്നു വരുന്ന എല്ലാ പെൺകുട്ടികളും ആൺകുട്ടികളും പഠിത്ത സംബന്ധമായി മാറി താമസിക്കുമ്പോഴും, വീട്ടിൽ നിന്നും ദൂരെ ഇടങ്ങളിൽ പോയി താമസിക്കുമ്പോഴും, ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാൻ പോകുന്നവരും വീട്ടിൽ നിന്ന് പഠിക്കാൻ പോകുന്നവരും എല്ലാവരും ഇന്ന് മദ്യപിക്കുന്നവരും ലഹരി ഉപയോഗിക്കുന്നവരുമാണ്. വാർത്തകളിലൂടെ, പത്രത്തിലൂടെ വിവരങ്ങളെല്ലാം നമ്മൾ അറിയുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് ഒരു കിച്ചുവിന് വേണ്ടി മാത്രമല്ല, എല്ലാ ലഹരി വസ്തുക്കളും ഉപയോഗിക്കുന്ന ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വേണ്ടിയാണ്. വളർന്നു വരുന്ന തലമുറയിലെ കുട്ടികളാണ് ഇന്ന് കൂടുതലായും ലഹരി ഉപയോഗിക്കുന്നത്, മദ്യം കഴിക്കുന്നത്. അതിൻ്റെ പേരിൽ വരുന്ന ഒരുപാട് വീഴ്ചകൾ. അവരെ കൂട്ടുകാരോടൊത്ത് ഒരു കമ്പനി കൂടി ആണ് ആദ്യം തുടങ്ങുന്നത്. എല്ലാ മദ്യപാനികളും അങ്ങനെയാണ്. കുട്ടികൾ മാത്രമല്ല, വീട്ടിൽ വരുന്ന അപ്പനായാലും അപ്പൂപ്പനായാലും അമ്മാവനായാലും എല്ലാവരും സുഹൃത്തുക്കൾക്കൊപ്പം ഒരു കമ്പനി കൂടും. ഈ കമ്പനി കൂടൽ വിവാഹം വന്നാലും മരണം വന്നാലും ജനനം വന്നാലും എല്ലാം കമ്പനി കൂടണം. എല്ലാവർക്കും കൂട്ടുകാരോടൊത്ത് ഒരു വലിയ കുപ്പി വാങ്ങിച്ചു കൊണ്ടുവച്ച് അത് തുറന്ന് 4 ഗ്ലാസ്സിലൊഴിച്ച് ചിയേഴ്സ്, അത് ചിയേഴ്സ് അടിച്ചാലേ സമാധാനമുള്ളൂ. ഇപ്പോൾ ഞാനിതൊന്നും ഒരു വീഡിയോയിലൂടെ പറഞ്ഞതുകൊണ്ടൊന്നും ഇവിടെ ഇത് നിർത്താൻ പോകുന്നില്ല. മദ്യവും ലഹരിയും ഉപയോഗിക്കുന്നത് കുറയണമെങ്കിൽ ആദ്യം മദ്യം ഉൽപാദനവും വിൽപ്പനയും ഗവൺമെന്റ് നിർത്തണം. ഗവൺമെന്റിന് കിട്ടുന്ന പണം എന്ന് പറയുന്നത് മദ്യത്തിലൂടെയാണ്. എല്ലാ മുക്കിലും മൂലയിലും എല്ലാം ബീവറേജസ് കോർപ്പറേഷൻ. എവിടെ പോയാലും കിട്ടും. ഇവിടെ കിട്ടിയില്ലെങ്കിൽ അവിടെ കിട്ടും. അവിടുന്ന് വരുന്നവനെ വിളിച്ച് പറയും, നീ ഒരു കൊപ്പി എടുത്തോ. വരുമ്പം അവൻ അവിടുന്ന് ഒരു കൂട്ടുകാരൻ വാങ്ങിച്ചുകൊണ്ട് വന്നില്ലെങ്കിൽ മറ്റേ കൂട്ടുകാരൻ വാങ്ങിച്ചുകൊണ്ട് വരും. അപ്പോൾ മദ്യം വീട്ടിലെത്തിക്കുന്നതുകൊണ്ടാണല്ലോ വീട്ടിലിരുന്ന് കഴിക്കുന്നത്. കൂട്ടുകാരോടൊപ്പം ലഹരിയും ഉപയോഗിച്ച്, നമ്മുടെ ലഹരി ഉപയോഗിക്കുമ്പോഴും മദ്യം കഴിക്കുമ്പോഴായാലും വേറെ ഏത് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുമ്പോഴും ബ്രെയിനെയാണ് ഈ ലഹരി പോയിട്ട് പിടിക്കുന്നത്. അതോടുകൂടെ അവരുടെ സമനില തെറ്റും, മൊത്തത്തിൽ കാര്യങ്ങൾ വഷളാവും. വീടും കുടുംബവുമുള്ളവൻ അടിയും പിടിയും ബഹളവും ആത്മഹത്യയിൽ വരെ എത്തുന്നു. എത്രയോ കുടുംബങ്ങൾ മദ്യത്തിന് അടിമയായിട്ട് വീട് നോക്കാതെ അവസാനം ആരും ഇല്ലാതെ പോകുന്നു, ഇട്ടിട്ട് പോകുന്നു. ഭാര്യ മക്കളെയും കൊണ്ട് വീട്ടിലേക്ക് പോകുന്നു. അവർ കൂലിപ്പണിക്ക് പോയി മക്കളെ നോക്കി വളർത്തുന്നു. കാര്യമായിട്ട് വേണ്ടത് ഇതിനുള്ള ബോധവൽക്കരണം കൊണ്ടൊന്നും തന്നെ ഇത് തുടച്ചു മാറ്റാൻ പറ്റുമെന്ന് കരുതണ്ട. കാരണം ബോധവൽക്കരണം തുടങ്ങിയിട്ട് കുറേ ആയേ. ഇതുവരെയും യുവാക്കളുടെയും 10, 11, 12 ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെല്ലാം ഇത് തന്നെയാണ്
5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളും കുടിക്കുന്നുണ്ട്, സിഗരറ്റ് വലിക്കുന്നുണ്ട്. എല്ലാം നിരോധിച്ചു എന്ന് പറയുമ്പോഴും എല്ലാം സുലഭമായി ആവശ്യക്കാരന് കിട്ടിക്കൊണ്ടിരിക്കുകയുമാണ്. ലഹരി ഒരിക്കൽ ഉപയോഗിച്ചാൽ അത് ഒഴിവാക്കാൻ സാധിക്കില്ല. സുധി ഒരുപാട് മദ്യം കഴിക്കുന്ന ആളായിരുന്നു. ലെവലില്ലാതെ കഴിച്ച് അവന് കിട്ടുന്ന പണം മുഴുവനും മദ്യത്തിന് വേണ്ടിയിട്ടും അവൻ ചെലവഴിച്ചു. അങ്ങനെയാണ് അവനെ പറ്റിയും കേട്ടിരിക്കുന്നത്. അത് കണ്ടു വളർന്ന സുധിയുടെ മകൻ കഴിക്കുന്നതിൽ എന്താ ആശ്ചര്യം? മദ്യം കഴിച്ചുകൊണ്ട് വണ്ടി ഓടിച്ചപ്പോൾ പിടിപെട്ടു. സുധിയുടെ മരണശേഷമാണ് ആ പയ്യൻ ഇത് കുടിച്ചതെങ്കിൽ ആയിരിക്കണമല്ലോ. അതാണല്ലോ തങ്കപ്പൻ പോയിട്ട് ഇറക്കിക്കൊണ്ടുവന്നത്. സുധിയുടെ മരണത്തിനു മുമ്പും അവൻ വല്ലപ്പോഴും മദ്യം കഴിച്ചിട്ടുണ്ടാകും. കുറേശ്ശെ കഴിച്ചാണല്ലോ പിന്നെ പിടിക്കപ്പെടുന്നത്. അപ്പോഴേക്കും ഇത് ഉപയോഗിക്കേണ്ട ഇതില്ലാതെ ഉറങ്ങാൻ പറ്റാതെ, ഒരു ദിവസം കഴിയാൻ പറ്റാതെ, എന്തെങ്കിലും കാര്യം നടത്തണമെങ്കിൽ മദ്യം വേണം. മദ്യം കഴിച്ചാൽ എവിടുന്നാണ് ഈ എനർജി വരുന്നതെന്ന് അറിയില്ല. മദ്യം കഴിക്കാത്തപ്പോൾ അവർക്കൊരു എനർജി ഉണ്ടാവില്ല. മദ്യം കഴിച്ചിട്ട് വീട് നോക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. പക്ഷേ മദ്യം കഴിച്ചിട്ട് വീടും കുടുംബവും ഇല്ലാണ്ടായ ആളുകളും ഉണ്ട്. സുധി പോയതിന് ശേഷം സംഭവിച്ചതും കൂടുതലായപ്പോൾ അവനെ പിടിക്കപ്പെട്ടു എന്ന് കണ്ടത് കൊണ്ടാണ് സത്യാവസ്ഥ മനസ്സിലായല്ലോ. ഈ വീഡിയോ കണ്ട് വീഡിയോയുടെ ചോടെ വന്ന് പലരും ഇനി മെസ്സേജ് ഇടും, നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ലേ തള്ളേ, നിങ്ങളിത് എന്തിനറിഞ്ഞിരിക്കുക? അത് ആ കൊച്ച് അവൻ്റെ വല്യച്ഛൻ്റെയും വല്യമ്മേൻ്റെയും കൂടി ഇപ്പം നന്നായിട്ട് പോവല്ലേ, നിങ്ങൾ എന്തിനാ ഇതിട്ട് പറയുന്നത്? പറയും. അതിപ്പോൾ എൻ്റെ മകനാണെങ്കിലും ഞാൻ പറയും. പബ്ലിക്കായിട്ട് പറയണം. പബ്ലിക്കായിട്ട് പറയുമ്പോൾ മാത്രമാണ് അവർക്ക് 4 പേരല്ല അറിഞ്ഞത്. ഇത് 40,000 പേര്, 4 ലക്ഷത്തോളം പേര് മദ്യം കഴിച്ചതും എന്നെപ്പറ്റി മോശമായ അഭിപ്രായം പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് ഞാനിനി ഇതൊന്നും കഴിക്കരുത് എന്നുള്ള ചിന്ത വരാൻ സാധ്യതയുണ്ട് എന്നാണ് എൻ്റെ അറിവ്. രേണു പ്രതീഷിൻ്റെ കൂടെ കറങ്ങിയാലും പെരേരയുടെ കൂടെ കറങ്ങിയാലും അവിടെ എന്തൊക്കെ നടന്നാലും രാഹുൽ എന്ന കിച്ചു ഒന്നും പറയില്ല. സോഷ്യൽ മീഡിയയിൽ കൂടി ഒരുപാട് രേണുവിനെ എതിർത്ത് സംസാരിക്കുന്നവരുണ്ട്. സഹായിച്ചവരെ എല്ലാവരെയും അവൾ തള്ളി പറയുമ്പോഴും അവൾ ആക്രോശിച്ച് സംസാരിക്കുന്ന, ഇന്റർവ്യൂ കൊടുക്കുന്ന വീഡിയോകളെല്ലാം കിച്ചുവും കാണുന്നുണ്ട്. അവൻ കാണാത്തത് കൊണ്ടൊന്നുമല്ല എതിർക്കാത്തത്. അവൻ ചെയ്തിരിക്കുന്നത് എന്താണ്? കാര്യമായിട്ട് എന്തോ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് കിച്ചു ഇതുവരെയുള്ള വീഡിയോകളിലോ മറ്റു കാര്യങ്ങളിലോ, അവൻ ഒരു വീഡിയോ അവൻ്റെ വീട്ടിൽ വന്നു, ഋതപ്പനെ ഒന്ന് കണ്ടു, ഒരു വീഡിയോ എടുത്ത് കൊണ്ടുപോയി അവൻ അവൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടു. അതല്ലാതെ ഒക്കെ അവൻ അവൻ്റെ അച്ഛൻ്റെ വീട്ടിൽ തന്നെയാണ്. ഇപ്പോൾ വന്നപ്പോഴും തങ്കപ്പനും തങ്കമ്മയും ഒന്നും അവൻ്റെ അടുത്ത് സംസാരിക്കുന്നത് ആരും കണ്ടും കേട്ടുമില്ലല്ലോ. ഉണ്ടെങ്കിൽ ആ വീഡിയോയിൽ കാണേണ്ടതാണ്. അവൻ കയറി വരുമ്പം തങ്കപ്പൻ അവിടെ ഉമ്മറത്തിരിക്കുന്നുണ്ടായിരുന്നു കസേരയിൽ. എൻ്റെ മോൻ കിച്ചുവിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞു. കിച്ചു ഒന്നും പറഞ്ഞില്ലല്ലോ. ഇല്ല, ഫിറോസ് പറഞ്ഞു. അത് നോക്കണ്ട, അതവിടെ ഇരുന്നോട്ടെ. രേണുവിന് ഇതൊന്നും ഒരു വിഷയമല്ല. കിച്ചു പറയാത്തതിൻ്റെ കാര്യം എന്താണെന്ന് ഇപ്പം മനസ്സിലായില്ലേ? അപ്പോൾ എല്ലാവരുടെ വീട്ടിലെയും മക്കളെയും ചെറുമക്കളെയും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഒരു പക്ഷേ നമ്മളാരും അറിയാതെ ആയിരിക്കും നമ്മളുടെ വീട്ടിലെ കുട്ടികൾ മദ്യം ഉപയോഗിക്കുന്നത്. കൂട്ടുകാരോടൊപ്പം ചേർന്നാകും. അങ്ങനെ ചേർന്ന് കഴിച്ചിട്ടാണ് പിന്നെ ഇത് സ്ഥിരമാകും. സുധിക്ക് എന്ത് സംഭവിച്ചോ അത് സുധിയുടെ മകനും സംഭവിക്കാതിരിക്കട്ടെ.